മലപ്പുറം എടക്കരയിൽ ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമായ മർദ്ദനമേറ്റു. എടക്കര സ്വദേശി ജിബിനാണ് മർദ്ദനമേറ്റത്. ലഹരി ഉപയോഗിച്ച ആളെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാൻ ഒരു വീട്ടിൽ കയറിയപ്പോഴാണ് മർദ്ദനമുണ്ടായത്. ഇങ്ങോട്ട് റോഡുണ്ട്, ഇങ്ങോട്ട് റോഡുണ്ട്, അങ്ങോട്ട് റോഡുണ്ട്. അവിടെ ഈ ചാർജ് കിട്ടാൻ വേണ്ടി കയറിയപ്പോൾ ഇവരെന്ത് പണിതു? ആ വീട്ടുകാർ ഇവന് MDM ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനാണ് അങ്ങനെ ഇടക്കരുന്ന് ഇവനെ ബാക്കിക്കാരെ വിളിച്ചുകാണ്ട് അവർ വന്ന പാടെ ഇവനെ ഇട്ടുകാണ്ട് നല്ലോ അടിച്ചേക്കാണ്ട് ഈ ഗ്രൗണ്ടിൽ ഇട്ടുകാണ്ട് ആ അടി നല്ല അടി അടിച്ചു. അപ്പോൾ കുറേ ആൾക്കാർ കണ്ട ആൾക്കാർ പറഞ്ഞു ഇവന് സുഖമില്ലാത്ത കുട്ടിയല്ലേ, ബുദ്ധിയില്ലാത്ത കുട്ടിയല്ലേ, ഇവനെ അടിക്കണോ, എന്തിനാ ഇങ്ങനെ അടിക്കണമെന്ന് ചോദിക്കുന്നതോ ആൾക്കാർ. CK വിജയനാണ് വിവരങ്ങളുമായി. വിജയൻ, കാര്യമായ മർദ്ദനമേറ്റു എന്നാണ് പ്രതികരണത്തിൽ നിന്നും ഈ വരുന്ന ദൃശ്യങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇയാൾ ആശുപത്രിയിലാണോ? ഏത് തരത്തിലാണ് പോലീസിന്റെ മുന്നോട്ടുള്ള പോക്ക്? എന്താണ് സംഭവിച്ചത്? പോലീസ് കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഭിന്നശേഷിക്കാരനായ ഈ യുവാവ് ബന്ധുവിൻ്റെ വീട്ടിൽ പോയി തിരിച്ചു വരുമ്പോൾ ഈ കാട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൻ്റെ ചാർജ് തീർന്നു. അത് അന്വേഷിച്ചപ്പോൾ തൊട്ടടുത്ത വീട്ടിൽ അത്തരത്തിൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് എന്ന് അറിയിച്ചതിനെ തുടർന്ന് നേരെ ആ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണോ. ഇവർക്ക് ഒരു സാമാന്യമായി പരിചയമുള്ളൊരു വീടാണ് എന്ന് ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വീട്ടിലേക്ക് ചാർജ് ചെയ്യുന്നതിന് വേണ്ടി കയറി ചെല്ലുന്നത്. അങ്ങനെ കയറി ചെന്ന ഈ ഭിന്നശേഷിക്കാരനായ യുവാവിനെ പിന്നീട് വീട്ടുകാർ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. നെഞ്ചത്തും അതോടൊപ്പം തന്നെ തലയിലും കഴുത്തിലുമെല്ലാം തന്നെ മുഖത്തുമെല്ലാം തന്നെ പരുക്കുണ്ട് എന്നും പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഈ ഭിന്നശേഷിക്കാരനായ യുവാവിൻ്റെ പിതാവ് എടക്കര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയുടെ പേരിലാണ് അന്വേഷണം നടക്കുന്നത്. വയ്യാത്ത ഒരു കുട്ടിയാണ് എന്ന ഒരു പരിഗണനയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കാര്യമോ ഈ കുട്ടിയുടെ നേർക്ക് ഉണ്ടായിട്ടില്ല, യുവാവിൻ്റെ നേർക്ക് ഉണ്ടായിട്ടില്ല. പകരം മയക്കുമരുന്നും അതോടൊപ്പം തന്നെ മറ്റ് ലഹരി ഉപയോഗിച്ച ആളാണ് എന്ന് പറഞ്ഞ് ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത് എന്നുമാണ് പരാതിയിൽ ഉള്ളത്. പോലീസ് വളരെ വിശദമായി ഈ പരാതി അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം നടപടി ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഭിന്നശേഷിക്കാരോട് എങ്ങനെയാണ് ആൾക്കാർ പെരുമാറേണ്ടത് എന്നത് ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. മലപ്പുറം എടക്കരയിലാണ് ഭിന്നശേഷിക്കാരനായ യുവാവിന് ക്രൂരമായ മർദ്ദനമേറ്റത്. CK വിജയനാണ് ആ വിവരങ്ങൾ നൽകിയത്.